യൂണിറ്റ് 4 ജോയ്ഫുൾ ഓണം. ജോയ്ഫുൾ ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ഓണം. ഓണം ഇൻ 10 days സ്റ്റാർട്ടിങ് വിത്ത് അത്തം. അത്തം തൊട്ടിട്ട് 10ാം നാള് ഓണം ആണല്ലേ. ഇവിടെ എന്താണ് അച്ഛൻ ചോദിക്കുകയാണ്, ഹൗ എബൌട്ട് ഓണം വിത്ത് ഗ്രാൻഡ്മ. ഗ്രാൻഡ്മയെ ഒത്തിട്ടുള്ള ഓണം എങ്ങനെ ഇരിക്കും, അമ്മമ്മയെ ഒത്തിട്ടുള്ള ഓണം എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് അമ്മ പറയണത്, നൈസ് എന്ന് പറഞ്ഞു അല്ലേ, നന്നായിരിക്കുന്നു. അപ്പോൾ കുട്ടി പറയാണ് ഗ്രേറ്റ്, ദാറ്റ് വിൽ ബി ഫൺ. അപ്പോൾ എന്താ കുട്ടി പറയണത്, അത് നല്ല രസകരമായിരിക്കും എന്ന് പറയുകയാണ്. അവർ ഗ്രാൻഡ്മയുടെ വീട്ടിലെത്തിയില്ലേ ഓണം ആഘോഷിക്കാനായിട്ട്. ആ കുട്ടി എന്നുണ്ടോ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നു, ഗ്രാൻഡ്മ എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ എന്താ ഗ്രാൻഡ്മ പറയണത്, സോ ഗുഡ് ടു സീ യു കിഡ്സ്, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം എന്ന് അമ്മമ്മ പറഞ്ഞു. അടുത്തത് പൂക്കളം. നീരവ്, നിയ ആൻഡ് ഗ്രാൻഡ്മ പിക്ഡ് ഫ്ലവേഴ്സ് ഫോർ ദ പൂക്കളം. പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് നീരവും നീയും അതുപോലെ തന്നെ ഗ്രാൻഡ്മയും ഫ്ലവേഴ്സ് പറിച്ചു. അടുത്തത് കൗണ്ട് ആൻഡ് റൈറ്റ് ആണ്, അത് എണ്ണി നോക്കിയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ ഇവിടെ നീരവ്, നീയും ഗ്രാൻഡ്മയും പിക്ക് ചെയ്ത ഫ്ലവേഴ്സൊക്കെ അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. നീരവ് പൊട്ടിച്ചത് ഏതൊക്കെയാണ്, ഇവിടെ കൗണ്ട് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഒലിയാണ്ടർ എത്ര ഉണ്ട് നോക്കൂ, കൗണ്ട് ചെയ്യൂ, 4 ആണ്. ദെൻ റോസ് 3 ആണ്. ജാസ്മിൻ 10, ക്രിസാന്തമം 2 ഫ്ലവേഴ്സ് ആണ്. ഇനി നീയുടെ നോക്കൂ, ഒലിയാണ്ടർ 10, റോസ് 1, ഗ്ലോബ് അമറാന്ത്. ഗ്ലോബ് അമറാന്ത് എന്ന് പറഞ്ഞാൽ വാടാമല്ലി, അത് 6. അടുത്തത് ഗ്രാൻഡ്മ കളക്ട് ചെയ്ത ഫ്ലവേഴ്സ് എത്രയെന്ന് നമുക്ക് നോക്കാം. ജാസ്മിൻ 10, ഗ്ലോബ് അമറാന്ത് 3, ക്രിസാന്തമം 2. They sorted the flowers into different baskets. How many of each? അവർ ഈ ഫ്ലവേഴ്സ് എല്ലാം വേറെ വേറെ ബാസ്ക്കറ്റ്സിലാക്കിയിട്ട് തരംതിരിച്ചു. ഓരോന്നും എത്രണ്ണം വീതം എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് വൺ എന്താണ്, റോസാണ്. നീരവ് ബ്രോട്ട് എത്രയാ, 3 റോസസ് ആണ് കൊണ്ടുവന്നത്. നിയ ബ്രോട്ട് 1 ആണ്. 3 and 1 make 4. അപ്പോൾ ബോക്സിൽ 4 എന്ന് എഴുതാം. ടോട്ടൽ 3 + 1 = 4 എന്ന് അവർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്രിസാന്തമമാണ്, ജമന്തി പൂവ്. നീരവ് ബ്രോട്ട് എത്രയാണ്, 2 ആണ്. ബോക്സിൽ 2 എന്ന് എഴുതുക. ഗ്രാൻഡ്മ ബ്രോട്ട് 2 ആണ്. ബോക്സിൽ 2 എന്ന് എഴുതുക. 2 and 2 make 4 ആണ്. 4 എന്ന് ബോക്സിൽ എഴുതുക. ടോട്ടൽ 2 + 2 എത്രയാ, 4 ആണ്. 2ൻ്റെ കൂടെ 2 വന്നാൽ എത്രയാ, 4 ആണ്. നെക്സ്റ്റ് ജാസ്മിൻ ആണ്, മുല്ലപ്പൂവ്. നീരവ് ബ്രോട്ട് 10 ആണ്. ബോക്സിൽ 10 എന്ന് എഴുതുക. ഗ്രാൻഡ്മ ബ്രോട്ട് 10 ആണ്. 10 എന്ന് എഴുതുക. 10ഉം എത്രയാ വരിക, 10 and 10 make 20 എന്ന് ബോക്സിൽ എഴുതുക. 10 + 10 = എന്താണ്, എത്രയാണ്, 20 എന്ന് ബോക്സിൽ എഴുതുക. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഹൗ മെനി ജാസ്മിൻ, എത്ര മുല്ലകളുണ്ട്, 20 എന്ന് ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് ഒലിയാണ്ടർ ആണ്, അരളിപ്പൂവ്. നീരവ് ബ്രോട്ട് 4 ആണ്. 4 എന്ന് ബോക്സിൽ എഴുതുക. നിയ ബ്രോട്ട് 10 ആണ്. 10 എന്ന് ബോക്സിൽ എഴുതുക. 10 and 4 make 10ഉം 4ഉം കൂടി വന്നാൽ എത്രയാ, 14 എന്ന് ബോക്സിൽ എഴുതുക. 10 + 4 = എത്രയാ, 14. ബോക്സിൽ 14 എന്ന് എഴുതുക. ടുഗദർ ദേ ബ്രോട്ട്, അവർ രണ്ടുപേരും കൂടിയും കൊണ്ടുവന്നത് എത്രയാണ്, അരളിപ്പൂവ് 14 ആണ്. 1 4 എന്ന് ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് ഗ്ലോബ് അമറാന്ത് ആണ്, വാടാമല്ലി. നിയ ബ്രോട്ട് എത്രയാണ്, 6 ആണ്. ബോക്സിൽ 6 എന്ന് എഴുതുക. ഗ്രാൻഡ്മ ബ്രോട്ട് 3 ആണ്. ബോക്സിൽ 3 എന്ന് എഴുതുക. 6 and 3 make 6ൻ്റെ കൂടെ 3 വന്നാൽ എത്രയാ, 9 ആണ്. 9 എന്ന് ബോക്സിൽ എഴുതുക. ടോട്ടൽ 6 + 3 = 9 എന്ന് ബോക്സിൽ എഴുതുക. ഫാദർ ആൾസോ ബോട്ട് സം ഫ്ലവേഴ്സ്. അച്ഛനും കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങി. ദേ ഡ്രൂ ആൻ ഔട്ട്ലൈൻ ഫോർ ദ പൂക്കളം, കളർ ഇറ്റ്. അവരൊരു ഔട്ട്ലൈൻ വരച്ചു, പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ അവർ വരച്ചിട്ടുണ്ട്. അത് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്.
പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഹൗ മെനി സർക്കിൾസ് ഇൻ ദിസ്, ഇതിൽ എത്ര സർക്കിൾസ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര സർക്കിൾസ് ആണെന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ടോട്ടൽ സർക്കിൾസ് 17 വരും. ഇന്നറിൽ കണ്ടോ സ്റ്റാർ പോലെ വരച്ചതിൻ്റെ ഉള്ളിൽ 2 സർക്കിൾസ് ഉണ്ട്. പിന്നെ അതിന് തൊട്ട് പുറത്തായിട്ട് എത്ര ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 2ഉം 5ഉം എത്രയായി? 7 ആയി. ഇനി ഔട്ടറിലായിട്ട് പുറത്തായിട്ട് മൊത്തം 10 സർക്കിൾസും ഉണ്ട്. അപ്പോൾ ഉള്ളിലായിട്ട് 7ഉം പുറത്തൊരു 10 സർക്കിൾസും. അപ്പോൾ ടോട്ടൽ എത്രയായി? 10ഉം 7ഉം വന്നാൽ എത്രയാ? 17 സർക്കിൾസ് ഉണ്ട്. അടുത്തത് ലെറ്റ്സ് മേക്ക് എ ഗാർലൻഡ്. ഗാർലൻഡ് എന്ന് പറഞ്ഞാൽ പൂമാല. നമുക്കൊരു പൂമാല ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ദി മെയ്ഡ് എ ഗാർലൻഡ് വിത്ത് ദ റിമൈനിങ് ഫ്ലവേഴ്സ്. ബാക്കി വന്ന ഫ്ലവേഴ്സ് കൊണ്ട് അവരൊരു പൂമാല ഉണ്ടാക്കി. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ക്രിസാന്തമം ഇൻ ദ ഗാർലൻഡ്. ഗാർലൻഡിൽ എത്ര ക്രിസാന്തമം ഉണ്ട്? എത്ര പൂക്കൾ, ജമന്തി പൂക്കളുണ്ട്? 1 2 3 4 എണ്ണുണ്ട് അല്ലേ? 4 എന്ന് ബോക്സിൽ എഴുതുക. ഹൗ മെനി റോസസ്, എത്ര റോസുകളാണുള്ളത്? 1 2 3 3 അല്ലേ? 3 എന്ന് ബോക്സിൽ എഴുതുക. ഹൗ മെനി ഗ്ലോബ് അമറാന്ത്, ഗ്ലോബ് അമറാന്ത് എത്ര ഉണ്ട്? എത്ര വാടാമല്ലി ഉണ്ട്? 2 അല്ലേ? 2 എന്ന് ബോക്സിൽ എഴുതുക. ലുക്ക് അറ്റ് ദ പാറ്റേൺ ഓഫ് ഫ്ലവേഴ്സ്. ഡ്രോ മോർ ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പാറ്റേൺ ആൻഡ് കളർ ദം. ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്, മാതൃക നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യം 3 റോസസ്, പിന്നെ 4 ക്രിസാന്തമം, പിന്നെ 2 ഗ്ലോബ് അമറാന്ത്, അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ മോർ ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പാറ്റേൺ ആൻഡ് കളർ ദം. ഇതേപോലെ ഇതേ പാറ്റേണിൽ തന്നെ കുറച്ച് കൂടുതലായിട്ട് ഫ്ലവേഴ്സ് വരച്ച് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനെ കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 3 റോസസ് വരയ്ക്കുക, പിന്നെയും 4 എന്ത് വരയ്ക്കുക? ക്രിസാന്തമം വരയ്ക്കുക, പിന്നെ 2 ഗ്ലോബ് അമറാന്ത് വരച്ചിട്ട് എന്ത് ചെയ്യുക? കളർ ചെയ്യുക. ഡിഡ് യു ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ഫ്ലവേഴ്സ്? ഹൗ മെനി ഫ്ലവേഴ്സ് ഇൻ ഓൾ? നിങ്ങൾ സെയിം നമ്പർ ഓഫ് ഫ്ലവേഴ്സ് തന്നെ നിങ്ങൾ വരച്ചില്ലേ? അപ്പോൾ ഇപ്പോൾ എത്ര ഫ്ലവേഴ്സ് ഉണ്ട് മൊത്തത്തിൽ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി നമുക്ക് തന്ന പാറ്റേണിൽ 9 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ എഗെയിൻ ഒരു 9 ഫ്ലവേഴ്സ് വരച്ചു ചേർത്തു അല്ലേ? അപ്പോൾ 9ഉം 9ഉം എത്രയാ? 9 ആൻഡ് 9 മേക്ക് 18 ആണ് അല്ലേ? അപ്പോൾ 18 എന്ന് ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് ബാംഗിൾസ് ആണ്. ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ വളകൾ. വാട്ട് ഹാഡ് ഗ്രാൻഡ്മ ബോട്ട് ഫോർ നിയ? നിയയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ്മ എന്താണ് വാങ്ങിയത്? ബാംഗിൾസ് ആണ്. കണ്ടോ, നിയ പറയണമൊക്കെ 2 കൈയിലും വള നിറച്ചിട്ടിട്ട് പറയുക അല്ലേ? ബ്യൂട്ടിഫുൾ ബാംഗിൾസ്, നല്ല ഭംഗിയുള്ള വളകൾ എന്ന് പറയണു അല്ലേ? നിയ ഈസ് ഹാപ്പി, ഷീ കൗണ്ടഡ് ദി ബാംഗിൾസ്. നിയയ്ക്ക് നല്ല സന്തോഷമായി, അവൾ ബാംഗിൾസ് എല്ലാം കൗണ്ട് ചെയ്യാണ്. ഹൗ മെനി ബാംഗിൾസ്, എത്ര ബാംഗിൾസ് ഉണ്ട് നോക്കൂ, കൗണ്ട് ചെയ്ത് നോക്കൂ. റൈറ്റ് ഹാൻഡിൽ എത്ര ഉണ്ട്? 6 അല്ലേ? ലെഫ്റ്റ് ഹാൻഡിൽ കൗണ്ട് ചെയ്ത് നോക്കൂ, 6 ആണ്. അപ്പോൾ 6 ആൻഡ് 6 മേക്ക് 12. 6 + 6 = എത്രയാണ് വരിക? 12. അപ്പോൾ ബോക്സിൽ 12 എന്ന് എഴുതുക. നെക്സ്റ്റ് ബാംഗിൾസ് ഇൻ ഹാൻഡ്സ് ആണ്, കൈകളിലെ വളകൾ കേട്ടോ. ക്യാൻ ബി വോൺ ഇൻ ഡിഫറെൻറ്റ് വേസ്, ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓൺ ഈച്ച് ആം. അതായത് ഡിഫറെൻറ്റ് വേസിൽ, വ്യത്യസ്ത രീതിയിൽ നമുക്കിത് ധരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോ കൈകളിലും എന്ത് ചെയ്യാം? വ്യത്യസ്ത എണ്ണങ്ങൾ ധരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, 4th ഡേ, 5th ഡേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഡേയിൽ ഒരു ബാംഗിൾ ഒരു ഹാൻഡിൽ, 11 ബാംഗിൾസിൽ നെക്സ്റ്റ് ഹാൻഡിൽ ധരിക്കാം. നെക്സ്റ്റ് സെക്കൻഡ് ഡേയിൽ നമുക്ക് 2 ബാംഗിൾസ് ഒരു കയ്യിലും, ബാക്കി എത്ര ബാംഗിൾസ് വേണം 12 ആവാനായിട്ട്? 10 അല്ലേ? 10 ബാംഗിൾസിൽ നെക്സ്റ്റ് കയ്യിലും ധരിക്കാം. തേർഡ് ഡേയിൽ 3 ബാംഗിൾസ് ഒരു കയ്യിൽ, ബാക്കി 9 ബാംഗിൾസ് നെക്സ്റ്റ് കയ്യിലും ധരിക്കാം. 4th ഡേയിൽ 4 ബാംഗിൾസ് ഒരു ഹാൻഡിൽ, 8 ബാംഗിൾസ് അടുത്ത ഹാൻഡിലും ധരിക്കാം. ലാസ്റ്റ് 5th ഡേയിൽ 5 ബാംഗിൾസ് ഒരു ഹാൻഡിലും, ബാക്കി 7 ബാംഗിൾസ് അടുത്ത കയ്യിലും ധരിക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? 12 എന്നുള്ള നമ്പർ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 12 കിട്ടുക എന്ന് മനസ്സിലായില്ലേ? 1ൻ്റെ കൂടെ 11 വന്നാൽ 12 ആണ്. ദെൻ 2ൻ്റെ കൂടെ 10 വന്നാൽ 12, 3ൻ്റെ കൂടെ 9 ആഡ് ചെയ്താൽ 12 ആണ്, 4ൻ്റെ കൂടെ 8 ആഡ് ചെയ്താൽ 12 ആണ്, 5ൻ്റെ കൂടെ 7 ആഡ് ചെയ്താൽ 12 ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.
ബൈ.